നമസ്തേ. സാക്ഷരതാ മിഷൻ്റെ +1 ഹിന്ദി ക്ലാസ്, അതിലെ രണ്ടാമത്തെ പാഠമായ കാശ്മീരി സേബ് എന്ന പാഠഭാഗമാണ് നിങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പാഠം വളരെ നന്നായി മനസ്സിലായതായി എല്ലാവരും അഭിപ്രായം കിട്ടും. ആദ്യത്തെ പാഠത്തിൽ ഏക് തിൻക എന്നുള്ള പാഠഭാഗത്തിൻ്റെ ആസ്വാദന ടിപ്പണിയെല്ലാം നിങ്ങൾ എഴുതി കാണുമെന്ന് വിശ്വസിക്കുന്നു, പഠിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. കവിതയായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കാശ്മീരി സേബ് എന്നുള്ള കഥയാണ്. ഇതിൻ്റെ ലേഖകൻ ആരാണ്? പ്രേംചന്ദ്, മുൻഷി പ്രേംചന്ദ്. मुंशी प्रेमचंद हिंदी साहित्य के प्रसिद्ध रचनाकार, उपन्यासकार हैं, सम्राट माने जाते हैं. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം, എന്നിട്ട് ക്ലാസ്സിലോട്ട് പോകാം. പ്രേംചന്ദ് ഹിന്ദി के कहानी सम्राट और उपन्यास सम्राट है. ഹിന്ദി സാഹിത്യത്തിലെ കഥാ ചക്രവർത്തിയാണ് പ്രേംചന്ദ്. കഥ ചക്രവർത്തിയും ഉപന്യാസ ചക്രവർത്തിയുമായി അറിയപ്പെടുന്നു. വേ ഭാരതീയ കിസാൻ എവ മസ്ദൂരോം കെ സശക്ത വക്താ ഹെ. ഭാരതീയ കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സശക്തനായ, അവർക്ക് വേണ്ടി വാദിച്ച വക്താവുമാണ്. ഉൻകി രചനായും രാഷ്ട്രീയ ഭാവനാവും സെ ഓതപ്രോത് ഹെ. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ ദേശീയ ഭാവനകൾ കൊണ്ട്, രാജ്യ താല്പര്യങ്ങൾ കൊണ്ട് അടങ്ങിയിരിക്കുന്നതാണ്. ഉൻകെ പ്രമുഖ ഉപന്യാസ, അദ്ദേഹത്തിന് ഏറ്റവും പ്രമുഖമായ നോവലുകൾ ഗോദാൻ, ഗബൻ, സേവാസദൻ, നിർമ്മല ഇവയാണ്. പ്രമുഖ കഹാനിയോ में पूस की रात, शतरंज के खिलाड़ी, जुर्माना, ठाकुर का कुआं, कफन आदि आती है. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ കഥകളിൽ പൂസ് की रात, शतरंज के खिलाड़ी, जुर्माന, ठाकुर का कुआं, കഫൻ ഇവയെല്ലാം അടങ്ങിയിരിക്കുന്നു. പ്രേംചന്ദ് കി രചനായും പ്രാസംഗിക. ഹിന്ദി സാഹിത്യത്തിന് പ്രേംചന്ദിനെ കൂടാതെ ഒരിക്കലും ചിന്തിക്കാൻ സാധ്യമല്ല. അത്രയ്ക്ക് മഹാനായ എഴുത്തുകാരനാണ് മുൻഷി പ്രേംചന്ദ്. കലം കെ സിപാഹി എന്നാണ് അറിയപ്പെടുന്നത്. തൂലിക പടവാളാക്കിയ ആളാണ്. കലം കെ സിപാഹി, പേനയുടെ പടത്തലവൻ എന്നും അറിയപ്പെടുന്നു. ഇനി നമ്മൾ ഈ കാശ്മീരി സേബ് പഠിക്കുന്നതിന് മുൻപ് മഹാത്മാഗാന്ധിയുടെ ഒരു സ്ലോഗൻ, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൻ്റെ പ്രസക്തി ഈ പാഠത്തിലുണ്ട്. അതും കൂടെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് പോകാം, പാഠഭാഗത്തിലോട്ട് പോകാം. മഹാത്മാഗാന്ധി പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് പേജ് നമ്പർ 17 കൊടുത്തിട്ടുള്ള ഒരു വാചകമാണ്. എന്താണ് മഹാത്മാഗാന്ധി പറഞ്ഞതെന്ന് നോക്കാം. ഗ്രാഹക് हमारे परिसर में आने वाला सबसे महत्वपूर्ण അതിഥി है. കസ്റ്റമർ ഈസ് ദ കിങ്. എല്ലാ കടകളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയൊക്കെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവും. ഗ്രാഹക് പരിസർ में आने वाला सबसे महत्वपूर्ण അതിഥി है, ഗസ്റ്റ് ആണ്. वह हम पर निर्भर नहीं है. അവര് കസ്റ്റമർ നമ്മളെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, തിരിച്ച് ഹം ഉസ് പർ നിർഭർ ഹൈ. നമ്മൾ കച്ചവടക്കാർ അവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. വഹ ഹമാരെ കാര്യമേ ബാധ നഹി ഹൈ. അത് നമ്മുടെ കാര്യത്തിൽ തടസ്സവുമല്ല. വഹിസ്ക പ്രയോജൻ, അത് ഇതിൻ്റെ പ്രയോജനവുമാണ്. വഹ ഹമാരെ വ്യാപാർ കെ ലിയെ ഏക് ബാഹരി വ്യക്തി നഹി ഹൈ. നമ്മുടെ വ്യാപാരത്തിന് വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസ്സിന് വേണ്ടിയുള്ള വ്യാപാരി ബാഹരി വ്യക്തി നഹി, വേറെ വെളിയിൽ നിന്നുള്ള ഒരു വ്യക്തിയുമല്ല. വഹിസ്ക ഹിസ്സ ഹൈ, ഈ ബിസിനസിന്റെ ഭാഗമാണ്. ഹം ഉസേ സേവാ ദേക്കർ ഉസേ കോയി ലാഭ് നഹി ദേ രഹേ ഹൈ. നമ്മൾ അവനെ സഹായിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ഒരിക്കലും ലാഭം നൽകുന്നില്ല. വഹ് ഹമേം ഐസാ കർനെ കാ അവസർ ദേക്കർ ഹമേം ലാഭ് ദേ രഹാ ഹൈ. അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എത്ര പേര് ചിന്തിക്കും ഇന്നത്തെ കച്ചവടക്കാരൻ, അവനുള്ളത് കൊണ്ടാണ് നമ്മൾ കച്ചവടം നടത്തുന്നത്, അവൻ വാങ്ങിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കച്ചവടം നടത്തുന്നത് എന്നും, നമുക്കിങ്ങനെ കച്ചവടം ചെയ്യാനുള്ള അവസരം നൽകുന്നത് ഗ്രാഹക് അല്ലെങ്കിൽ കസ്റ്റമർ, നമ്മളെപ്പോലുള്ള സാധാരണ വ്യക്തികളാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് മഹാത്മാഗാന്ധിയുടെ ഈ വാചകം.
ഈ വാചകത്തിന് ഈ പാഠത്തിൽ എന്താണ് പ്രസക്തി എന്നുള്ളത് ഞാൻ പാഠം എടുക്കുമ്പോൾ പറഞ്ഞുതരാം. सौदागरी में बेईमानी आजकल की प्रमुख समस्या है. ग्राहकों को इस पर सजग होने की आवश्यकता है. पढ़ते हैं इस दिशा की एक कहानी. വിൽപ്പനയിൽ ബേഇമാനി കർണ, അനാദരവ് കാണിക്കുന്ന ഇന്നത്തെ ആജ്കൽ കി പ്രമുഖ സമസ്യ ഹൈ, ഇന്നത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കച്ചവടത്തിൽ വെള്ളം ചേർക്കുന്നത്. അതുകൊണ്ട് ഗ്രാഹകവും നമ്മളെ മാതിരിയുള്ള സാധനം മേടിക്കുന്ന ആൾക്ക്, ഉപഭോക്താക്കൾ ഇസ്പർ സജഗ് രഹ്ന, ഇതിനകത്ത് ജാഗരൂകരായിട്ടിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പാഠം നമ്മളോട് പറയുന്നത്. ഈ പാഠം പഠിക്കുന്നതിൻ്റെ പിന്നിൽ നമ്മൾ നേടേണ്ട പ്രധാന നേട്ടം പ്രേംചന്ദിൻ്റെ കാലത്തിലുള്ള കഥകളുടെ ആശയം മനസ്സിലാക്കി അതിനെ വിധാന്തരൻ കർത്താഹെ, രൂപമാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പാഠത്തിൽ നിന്ന് വാർത്താലാപം എഴുതാനുണ്ടാവും, ഡയറി എഴുതാനുണ്ടാവും, പോസ്റ്റർ എഴുതാനുണ്ടാവും, പരസ്യം തയ്യാറാക്കാനുണ്ടാവും, ഈ പാഠം പഠിച്ചതിന് ശേഷം നിങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്തായിട്ട് എഴുതാനുണ്ടാവും. ഇങ്ങനെ റിപ്പോർട്ട്, ഇതൊക്കെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. കശ്മീരി സേബ്, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. കശ്മീരി സേബ് എന്ന് പറഞ്ഞാൽ കാശ്മീർ ആപ്പിൾ. നമ്മുടെ നാട്ടിലെല്ലാം ആപ്പിൾ വിൽപ്പനക്കാര് പലതരം വെറൈറ്റി ആപ്പിൾസ് കൊണ്ടുവന്നിട്ട് വില കൂട്ടി വിൽക്കും. സാറേ അത് 80 രൂപ കിലോ, ഇത് 100 രൂപ, 120, 150. അത് കാശ്മീരി ആപ്പിളാ സാർ 200 രൂപ കിലോ എന്ന് പറയും. അപ്പോൾ ആപ്പിളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ആപ്പിൾ എന്ന് പറയുന്നത് കാശ്മീരി ആപ്പിളാണ്. എന്താണ് ഈ വിശേഷത? സേബ്, കശ്മീരി സേബ്, കാശ്മീർ, ജമ്മു കാശ്മീർ. അപ്പോൾ കാശ്മീർ ആണല്ലോ ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാശ്മീരിലെ ആപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഈ പാഠഭാഗത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. അതും ഈ കച്ചവടമായിട്ട് എന്താണ് ബന്ധം? ഞാൻ ഇത്തിരി സ്പീഡിലേ എടുക്കത്തുള്ളൂ. നിങ്ങൾക്കിത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ओके. कल शाम को चौक में 2-4 ज़रूरी चीज़ें खरीदने गया था. लेखक प्रेमचंद कहते हैं कि मैंने कल शाम को चौक में 2-4 साधन खरीदने के लिए गया था. ഇന്നലെ വൈകുന്നേരം ഞാൻ ചന്തയിൽ 3-4 സാധനങ്ങൾ മേടിക്കാനായി ജംഗ്ഷൻ വരെ ഒന്ന് പോയിരുന്നു. ചൗക്ക് ജംഗ്ഷൻ. पंजाबी मेवा फरोशों की दुकानें रास्ते ही में पड़ती हैं. പഞ്ചാബി മേവ ഫറോഷോ എന്ന് പറഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ടാണ് മേവ ഫറോഷ്. പഞ്ചാബി മേവ ഫറോഷ്, പഞ്ചാബി ഫ്രൂട്ട്സ് എല്ലാം വഴിയിൽ തന്നെ നമുക്ക് കിട്ടും. एक दुकान पर बहुत अच्छे रंगदार गुलाबी सेब सजे हुए नजर आए. ഒരു കടയിൽ വളരെ നല്ല നിറത്തിലുള്ള, നല്ല കളറിലുള്ള റോസാപ്പൂവിൻ്റെ നിറമുള്ള ആപ്പിള് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ചീ ലൽച്ചാ ഉഠ. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞു. മേടിക്കാനായിട്ടൊരു ആകാംക്ഷ തോന്നി. आजकल शिक्षित समाज में विटामिन और प्रोटीन के शब्दों में विचार करने की प्रवृत्ति हो गई है. ഇന്നത്തെ ശിക്ഷിത് സമാജമേ, പഠിപ്പുള്ള ലോകത്ത്, അറിവുള്ള ലോകത്ത്, സമൂഹത്തിൽ വിറ്റാമിനെ കുറിച്ചും പ്രോട്ടീനെ കുറിച്ചും ഒക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. അത് കഴിച്ചാൽ അതിന് വിറ്റാമിൻ ഉണ്ട്, ഇത് കഴിച്ചാൽ പ്രോട്ടീൻ ഉണ്ട്, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, വിറ്റാമിൻ എ, ബി എന്ന് വേണ്ട എല്ലാം പ്രോട്ടീനും ഒക്കെ ഇന്ന് അടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരാണ് ഇന്ന് നമുക്ക് ചുറ്റും. टमाटो को पहले कोई सेंध में भी न पूछता था. പണ്ടൊക്കെ തക്കാളി, ടൊമാറ്റോയൊക്കെ ആദ്യം ഫ്രീ ആയിട്ട് പോലും ചോദിക്കത്തില്ലായിരുന്നു. മുഫ്ത് മേ ഭി നഹീം പൂछता था. अब टमाटो भोजन का आवश्यक अंग बन गया है. ഇന്ന് ടൊമാറ്റോ നമ്മുടെ ഭക്ഷണത്തിലെ ഏറ്റവും വിശിഷ്ടമായ പച്ചക്കറികളിൽ ഒന്നായിട്ടാണ് കാണുന്നത്. പണ്ടൊന്നും അത് ആർക്കും വേണ്ടായിരുന്നു. गाजर भी पहले गरीबों के पेट भरने की चीज थी. ഗാജർ പാവപ്പെട്ടവരുടെ വയറ് നിറയ്ക്കുന്ന സാധനമായിരുന്നു ഗാജർ. ഗരീബോं की पेट भरने की, ഇഞ്ചിയൊക്കെ പാവപ്പെട്ടവരുടെ വയറ് നിറയ്ക്കുന്ന സാധനമായിരുന്നു. अमीर लोग तो उसका हलवा ही खाते थे.
ക്യാരറ്റ്. പണക്കാരായ ആൾക്കാർ ക്യാരറ്റ് ഹൽവ മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു. മഗർ अब पता चला है कि गाजर में भी बहुत विटामिन है. ഇന്ന് അറിയപ്പെടുന്നു ക്യാരറ്റിലും വളരെയധികം വിറ്റാമിൻ അടങ്ങിയിരിക്കുന്നു. इसलिए गाजर को भी मेसों पर स्थान मिलने लगा है. അതുകൊണ്ട് ഇന്ന് ഗാജറിനും ക്യാരറ്റിനും ഇന്ന് മേശപ്പുറത്ത് സ്ഥാനം ലഭിച്ചിരിക്കുന്നു. പണ്ടൊക്കെ ഇത് പാവപ്പെട്ടവരുടെ മാത്രം ഭക്ഷണ സാധനമായിരുന്നുവെങ്കിൽ ഇന്ന് പണക്കാരുടെയും ഭക്ഷണ സാധനമായി മാറിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ ഇൻട്രഡക്ഷൻ? ഇതാണ് കഥയുടെ പ്രസ്താവന. ഈ കാശ്മീരി സേബ് എന്ന് പറയുന്ന പാഠത്തിൻ്റെ ഒരു ഗുണം 10ാം ക്ലാസ്സുകാർക്ക് ഇപ്രാവശ്യം പഠിക്കാനുണ്ട്. സാക്ഷരതാ മിഷൻ്റെ തന്നെ 11ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠമായിട്ടും ആദ്യത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ടും 10ാം ക്ലാസ്സുകാർക്കുള്ള ആദ്യത്തെ യൂണിറ്റ് അല്ല രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമായിട്ട് ഇതുണ്ട്. അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്കും 11ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഈ ക്ലാസ് വളരെയധികം പ്രയോജനം ചെയ്യും. ശ്രദ്ധിച്ച് കേൾക്കുക. എൻ്റെ ക്ലാസ്സിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് ആശയം മനസ്സിലാക്കി തരിക എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഇതല്ലേ സാധിക്കത്തുള്ളൂ. പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കും വായിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ओके. और सेब के विषय में तो यह कहा जाने लगा है कि एक सेब रोज खाइए तो आपको डॉक्टरों की जरूरत न रहेगी. Eat an apple every day. Keep the doctor away. എന്നും ഓരോ ആപ്പിൾ കഴിച്ചാൽ മതി, നിങ്ങൾക്ക് ഡോക്ടറെ നിങ്ങളിൽ നിന്ന് മാറ്റി നിർത്താം എന്ന് ഒരു പഴഞ്ചൊല്ല് പ്രസിദ്ധമാണ്. അറിയാമല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. സേബുക്ക് വിഷയമേ तो ये कहा जाने लगा है. ആപ്പിളിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയപ്പെടുന്നത്: ദിവസവും ഒരു ആപ്പിൾ കഴിക്കൂ, डॉक्टरिൽ നിന്നും അകലം പാലിക്കും. डॉक्टर से बचने के लिए हम निमकोड़ी तक खाने को तैयार हो सकते हैं. ഇത് ഡോക്ടറിൽ നിന്ന് രക്ഷപ്പെടാനായി നമ്മൾ നിംകോടി എന്ന് പറഞ്ഞാൽ വേപ്പിൻ കാ പോലും കഴിക്കാൻ തയ്യാറാവുകയാണ്. അറിയാമല്ലോ ഇന്നത്തെ അവസ്ഥ. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം നമ്മൾ കൺസേൺ ആണ്. അപ്പോൾ ഡോക്ടറിൽ നിന്നും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ മുതൽ ഓരോ ട്രീറ്റ്മെൻറ്റിന് വരെ എന്തൊക്കെ പൈസയാവും, എത്ര പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് എന്ത് കഴിക്കാൻ പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് നമ്മൾ കഴിക്കാൻ തയ്യാറ്. അതാണ് ഏറ്റവും കയ്പുള്ള വേപ്പിൻ കായ പോലും കഴിക്കാൻ നമ്മൾ തയ്യാറാവുകയാണ്. सेब तो रस और स्वाद में अगर आम से बढ़कर नहीं है तो खटकर भी नहीं. സേബ് ആപ്പിൾ എന്ന് പറയുന്നത് ടേസ്റ്റ് കൊണ്ടും രസം കൊണ്ടും ജ്യൂസ് ആയിട്ടാണെങ്കിൽ പോലും ആം സേബ് എടുക്കാൻ മാങ്ങയുടെ അപ്പുറം വരത്തില്ല. മാങ്ങയാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇന്ത്യയിലെ ദേശീയ ഫ്രൂട്ട് എന്ന് പറയുന്നത്, ഫലം എന്ന് പറയുന്നത് ആ മാങ്ങയാണ്. അപ്പോൾ മാങ്ങയുടെ അത്രയും വരില്ല എങ്കിൽ പോലും ഖട്ട്കർ ബി നഹിയെ, അതിൽ കുറവില്ല എന്നാണ് ലേഖകൻ പറയുന്നത്. ഹാം बनारस के लंगड़े और लखनऊ के दशहरी और बंबई के अल्फोंसो की बात तो दूसरी है. ഇതെല്ലാം മാങ്ങയുടെ വെറൈറ്റിയാണ്. എന്താണ്? ഹാം ബനാറസ് കെ ലങ്കടെ, ടൈപ്സ് ഓഫ് മാംഗോസ് ആണ് ഇതെല്ലാം. ബനാറസ് കാശിയിലെ ലങ്കടെ എന്ന് പറയുന്ന മാങ്ങ, और ലഖ്നൗ കെ ദശഹരി എന്ന് പറയുന്ന മാങ്ങ ലഖ്നൗവിലെ, और ബംബൈക്ക് അൽഫോൺസോ എന്ന് പറയുന്ന മാങ്ങ. ഈ കാര്യം വിട്ടേരെ, ഇതൊക്കെ വെറൈറ്റി എക്സ്ട്രാ ആണ്. അതുമായിട്ടല്ല ഞാൻ കമ്പയർ, സാധാരണ മാങ്ങയെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളിവിടെ പറയത്തില്ല മൂവാണ്ടൻ, കിളിച്ചുണ്ടൻ, പിന്നെ എന്തൊക്കെ പറയും, കുറേ വെറൈറ്റീസ് ഉണ്ടല്ലോ ഇവിടെ, കൂട്ടുകോണം, വെള്ളായണി. അപ്പോൾ ഇങ്ങനെ പല പല മാങ്ങകൾ നമ്മുടെ ഇവിടെയും വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഈ മാങ്ങയുടെ അടുത്തില്ലെങ്കിൽ ഓക്കെ എന്നാ പറയാം. നമ്മുടെ ഇതൊന്നും അല്ല വിഷയം, നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. മഹാത്മാഗാന്ധി ആദ്യം ഞാൻ പറഞ്ഞു വെച്ച ആ വാചകങ്ങൾ മനസ്സിലാക്കിക്കോണം. उनके टक्कर का फल तो संसार में दूसरा नहीं है. उनके टक्कर का फल എന്ന് പറയുമ്പോൾ ഇതുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ मुकाबले करते समय टक्कर का फल तो संसार में दूसरा नहीं है, മറ്റു വേറൊന്നല്ല ലോകത്ത്. मगर उनमें विटामिन और प्रोटीन है या नहीं, है तो काफ़ी है या नहीं, इन विषयों पर अभी किसी पश्चिमी डॉक्टर की व्यवस्था देखने में नहीं आई. പക്ഷെ ഇന്നേ വരെ വിറ്റാമിനോ പ്രോട്ടീൻ ഉണ്ടോ ഇല്ലയോ എന്നോ, അത് കൂടുതലാണോ അല്ലയോ എന്നോ, ഈ വിഷയത്തിൽ ഇന്നേ വരെ ഒരു വെസ്റ്റേൺ കൺട്രീസിലെ ഡോക്ടർ കണ്ടുപിടിച്ചതായിട്ട്
എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിട്ടില്ല. സേബുക്കോ യഹ് വ്യവസ്ഥ മിൽ ചുക്കി ഹെ. ആപ്പിളിനെ കുറിച്ച് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഗവേഷണം നടത്തിയിട്ടുണ്ട്, അതിനകത്ത് വിറ്റാമിനൊക്കെ പ്രോപ്പറായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. अब ये केवल स्वाद की चीज़ नहीं है, उसमें गुण भी है. ഇത് കേവലം സ്വാദിൻ്റെ മാത്രം വിഷയമല്ല, അതിനെക്കുറിച്ച് ക്വാളിറ്റിയുണ്ട്, ഗുണവുമുണ്ട്. हमने दुकानदार से मोल भाव किया और अधसेर सेब मांगे. ഞാൻ കടയിൽ ചെന്നിട്ട് ആ കടക്കാരനോട് ഇതിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചു. इसका भाव क्या है भाई അറിഞ്ഞിട്ട് അധസേർ സേബ് 1/2 കിലോ, അധസേർ എന്ന് പറഞ്ഞാൽ 1/2 കിലോ മാങ്ങ, ആ മാങ്ങയല്ല ആപ്പിൾ മേടിച്ചു. दुकानदार ने कहा, कड़कारन जोइचू, बाबूजी बड़े मजेदार सेब आए हैं, खास कश्मीर के, आप ले जाएं, खाकर तबीयत खुश हो जाएगी. കടക്കാരൻ പറഞ്ഞു, സാറേ നല്ല ഒന്നാന്തരം ഫസ്റ്റ് ക്വാളിറ്റി ആപ്പിൾ വന്നിട്ടുണ്ട്, ഖാസ് കാശ്മീർ കാശ്മീരിലെ ആണ്, ആപ്പ് ലേ ജായേ ഖാക്കർ തബിയത്ത് ഖുശ് ഹോ ജായേ, കഴിച്ച് നിങ്ങളുടെ ആരോഗ്യം സന്തുഷ്ടമാവും, പുഷ്ടിപ്പെടും എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഇല്ലേ പല പല ഇങ്ങനെ വെറൈറ്റി ഓരോ സ്ഥലത്തിൻ്റെ പ്രത്യേക, കോഴിക്കോടൻ ഹൽവ, അമ്പലപ്പുഴ പാൽപ്പായസം, വേറെ എവിടെ പാൽപ്പായസം വെച്ചാലും അത്രയും ടേസ്റ്റ് വരില്ല, അമ്പലപ്പുഴയുടെ പാൽപ്പായസം പോലെയാണ്, അതിനാണ് പ്രസിദ്ധി. കല്യാണത്തിനൊക്കെ വിളമ്പുമ്പോൾ സാധാ പാൽപ്പായസമായിരിക്കും, തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും കൊച്ചിയിലായാലും ഒക്കെ അവിടെയും പറയും, വിളമ്പുകാർ പറയും ഇത് അമ്പലപ്പുഴ പാൽപ്പായസം പറയും, പക്ഷെ ആ ടേസ്റ്റിനടുത്ത് വരില്ല. അതുപോലെയാണ് കോഴിക്കോടൻ ഹൽവ, ട്രിവാൻഡ്രം ഹൽവ, അല്ലെങ്കിൽ ഇവിടുത്തെ ഹൽവ, ആലപ്പുഴയിലെ ഹൽവ, അതൊക്കെ അതിനൊന്നും പ്രസക്തിയില്ല. കോഴിക്കോട് ഹൽവ എന്ന് നമ്മൾ മേടിക്കാൻ പോകും, അതാണ് ഓരോ സ്ഥലത്ത് ഇതുപോലെ ഒത്തിരി സാധനങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ അത് പറഞ്ഞാൽ ഈ മാങ്ങയുടെ കാര്യങ്ങൾ പറഞ്ഞ പോലെ പറയാം, സാറേ ഇത് കഴിച്ചോ, തബിയത്ത് ഖുശ് ഹോ ജായേഗി, നിങ്ങളുടെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. मैंने रूमाल निकाल कर उसे देते हुए कहा, रूमाल എന്ന് പറഞ്ഞാൽ കർച്ചീഫ് കൊടുത്തിട്ട് പറഞ്ഞു, ചുൻ ചുൻ കർ റഖ്ന, തെരഞ്ഞെടുത്ത് വെക്കണേ, നല്ലത് നോക്കി വെക്കണേ ഈ കർച്ചീഫിൽ. ദുകാൻദാറിനെ തരാജു ഉഠായി, തരാജു ത്രാസ് എടുത്ത് നോക്കി, തൂക്കി നോക്കുക, ഇങ്ങനെ വെയിറ്റ് വെച്ച് തൂക്കി നോക്കി, തരാജു. और अपने नौकर से बोला, തന്റെ വേലക്കാരനോട് പറഞ്ഞു, ലൗണ്ടേ അത് സേബ് കശ്മീരി സേബ് നിക്കാല ചുൻ കർ ലാന, എടാ ഒരു 1/2 കിലോ ആപ്പിൾ എടുത്താട്ടെ, തിരഞ്ഞെടുക്കണേ, നല്ലത് നോക്കി എടുക്കണേ എന്ന് പറഞ്ഞു. ലൗണ്ട 4 സേബ് ലായ, 4 എണ്ണം എടുത്തു. ദുക്കാൻദാറിനെ തൗല, ദുക്കാൻദാർ അളന്നു നോക്കി. ഏക്ക് ലിഫാഫെ മേ ഉന്നെ രഖ, ഒരു കവറിലിട്ട് വെച്ചു. और रूमाल में बांध कर मुझे दे दिया, ഒരു കർച്ചീഫിനകത്തൊക്കെ ഇട്ടിട്ട് എനിക്ക് തന്നു. मैंने 4 ആനെ उसके हाथ में रखे, 4 അണ അദ്ദേഹത്തിന്റെ കയ്യിൽ. പണ്ടത്തെ വിലയാണ്, ഇന്നത്തെ വിലയൊന്നുമല്ല, ഇന്ന് കിലോയ്ക്ക് 100-150 വിലയുണ്ട് നമ്മുടെ നാട്ടിൽ. അന്ന് 4 അണയാണ് കണക്ക് പറയുന്നത്, 1/2 കിലോ 4 അണ, അപ്പോൾ 1 കിലോ 8 അണ. 8 അണ എന്ന് പറഞ്ഞാൽ എത്രയാ, 50 പൈസ. 4 അണ എന്ന് പറഞ്ഞാൽ ഇന്ന് അണയും പൈസയൊന്നും ഇല്ല, വിലയില്ല. मैंने 4 आने उसके हाथ में रखे, घर जाकर लिफाफा ज्यों का त्यों रख दिया, വീട്ടിൽ പോയി ഞാൻ ആ കവർ അതുപോലെ കൊണ്ടുവച്ചു, അപ്രകാരം വെച്ചു. रात को सेब या कोई दूसरा फल खाने का कायदा नहीं है, രാത്രിയിൽ എൻ്റെ ഭക്ഷണക്രമത്തിൽ രണ്ടാമത്തെ ഫ്രൂട്ട് കഴിക്കാനുള്ള നിയമം ഇല്ല. ഫൽ ഖാനെ കാ സമയ तो प्रातःकाल है, ഫ്രൂട്ട് കഴിക്കേണ്ട സമയം രാവിലെയാണ്. आज सुबह हाथ मुंह धोकर जो नाश्ता करने के लिए 1 सेब निकाला तो सड़ा हुआ था. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് ഞാനൊരു ആപ്പിൾ എടുത്ത് കഴിക്കാൻ എനിക്ക് ആഗ്രഹം തോന്നി. എടുത്തപ്പോൾ ആ കവറിൽ നിന്ന് പറഞ്ഞു, എടുത്തപ്പോൾ ഞാൻ പേടിച്ചു പോയി, ഞെട്ടിപ്പോയി ആപ്പിൾ കണ്ടിട്ട്. 1 रुपये के आकार का छिलका गल गया था. ആപ്പിളിനകത്തെ 1 രൂപ വട്ടത്തിലുള്ള ഒരു ചിൽക്ക തൊട്ടാ അങ്ങോട്ടേക്ക് വന്നു പോകും ആപ്പിൾ, ആ രീതിയിലുള്ള ചിൽക്ക ഗല്ലയാതാ, ഗൽമനെ അത് കുഴിഞ്ഞു പോകുമായിരുന്നു ആപ്പിൾ. നോക്കിക്കോണേ. സമച്ച രാത്രിക്കോ ദുക്കാൻദാറിനെ ദേഖാന ഹോക. അപ്പൊ ഞാൻ വിചാരിച്ചു രാത്രിയിലല്ലേ സാധനം മേടിച്ചത്, കടക്കാരൻ അതൊന്നും കണ്ടു കാണത്തില്ല എന്ന് വിചാരിച്ചു. ദൂസറ നിക്കാല, രണ്ടാമത്തെ ആപ്പിൾ എടുത്തു ഞാൻ ആ കവറിൽ നിന്ന്. മഗർ ആധാ സടാവോ ആധാ, അത് പകുതിയോളം ചീഞ്ഞിരുന്നു. ഒന്നാമത്തെ ആപ്പിൾ ചെറിയ വട്ടം, രണ്ടാമത്തെ ആപ്പിൾ പകുതിയോളം മോശമായിരിക്കുന്നു. അബ് സന്ദേഹ ഹുവ, അപ്പൊ എനിക്ക് സംശയം തോന്നി. ദുക്കാൻദാറിനെ മുझे धोखा तो नहीं दिया है, കടക്കാരൻ എന്നെ പറ്റിച്ചത് ആണോ അല്ലയോ എന്നെനിക്ക് സംശയം തോന്നി. തീസര സേബ് നിക്കല,
പറ്റിച്ച് കാണത്തില്ല, എന്നെ അറിയാവുന്ന ആളാണ്. ഞാൻ എടുത്തു പറഞ്ഞു നല്ലത് നോക്കി എടുക്കണമെന്ന്, കടക്കാരനോട് അയാൾ പറഞ്ഞു നല്ലത് നോക്കി കൊടുക്കണമെന്ന്. ഇത്രയെല്ലാം ഉണ്ടായിട്ടും രാവിലെ ഒന്ന് എടുത്തപ്പോൾ ഇതാ കിടക്കുന്ന ഓരോരോ കേട്. അപ്പൊ മൂന്നാമത്തെ ആപ്പിൾ എടുത്തു. ये तो सड़ा न था मगर एक तरफ दबकर बिल्कुल चिपक गया था. ഇത് കേവലം കേട് മാത്രമല്ല, ഒരു ഭാഗം അമുക്കിയാൽ ആപ്പിൾ അങ്ങ് അമുങ്ങി അങ്ങ് പോകുമായിരുന്നു. അത്രയ്ക്ക് മോശമായിരുന്നു മൂന്നാമത്തെ ആപ്പിൾ. ചൗദാദേക്ക. അപ്പം 1/2 കിലോയുടെ നാലാമത്തെ ആപ്പിൾ ഞാൻ നോക്കി. യോം തോ बेदाग था मगर उसमें एक काला सुराख था जैसा अक्सर बेरों में होता है. നാലാമത്തെ ആപ്പിൾ എന്താ പറ്റിയേ? उसमें एक काला सुराख था, बेदाग था, साफ था, വൃത്തിയുള്ളതായിരുന്നു, പക്ഷേ ഒരു കറുത്ത കുത്ത്. काला सुराख था जैसा अक्सर बेरों में होता है. बेर ഈ മുന്തിരിയിലൊക്കെ ഉള്ള പോലെ ചെറിയ ഡോട്ട് ബ്ലാക്ക് സ്പോട്ട് അതിനകത്തുണ്ടായിരുന്നു. काटा तो भीतर वैसे ही धब्बे जैसे किड़हे बेर में होता है. इलंदपഴം ആണ് बेर. काटा तो भीतर वैसे ही धब्बे, धब्बा स्पॉट, जैसे किड़हे बेर में होता है. किड़हे बेर में होना ഇലന്തപ്പഴത്തിൽ ഉള്ളത് മാതിരി അതിനകത്തുണ്ടായിരുന്നു. एक सेब भी खाने लायक नहीं है. ചുരുക്കം പറഞ്ഞാൽ തലേ ദിവസം മേടിച്ച 1/2 കിലോ ആപ്പിളായ 4 ആപ്പിളിനകത്ത് ഒന്നും കഴിക്കാൻ യോഗ്യമല്ല. മനസ്സിലായല്ലോ? കസ്റ്റമർ ഇസ് ദ കിങ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ അത് വിശ്വസിച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള അവസ്ഥയാണിത്. കഴിക്കാൻ വേണ്ടി 4 ദിവസം എടുത്തപ്പോൾ 4 ആപ്പിളും മോശം. കശ്മീരി സേബാണ് ബെസ്റ്റ് ആപ്പിളാണ്. 4 आने पैसों का इतना गम न हुआ जितना समाज के चारित्रिक पतन का. 4 അണ പൈസയുടെ ഇത്ര ഗം ന ഹുവ, 4 അണ പൈസയുടെ ദുഃഖമല്ല എനിക്ക് ഉണ്ടായത് ഇപ്പോൾ. ജിത്തന സമാജിക്ക് ചാരിത്രിക് പതൻ കാ, സമൂഹത്തിന്റെ സ്വാഭാവിക പതനത്തിലാണ് എനിക്ക് ചിന്തയുണ്ടായത്, ദുഃഖം ഉണ്ടായത്. ദുക്കാൻദാറിനെ ജാൻ ബൂജ്കർ മേരെ സാത്ത് ധോക്കേബാജി കാ വ്യവഹാർ കിയാ ഹൈ. കടക്കാരൻ എന്നെ അറിഞ്ഞുകൊണ്ടാണ് ധോക്കേബാജി, ഈ ചതി എന്നോട് ചെയ്തിരിക്കുന്നത്. एक सेब सड़ा हुआ होगा तो मैं उसको क्षमा के योग्य समझा. ഒരാപ്പിൾ മാത്രമേ കേടുള്ളൂ എങ്കിൽ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു. സോച്ച്താ ഉസ്കി നിഗാഹ് ന പടി ഹോഗി, ഒരുപക്ഷെ അയാളുടെ ശ്രദ്ധ അതിൽ പെട്ടിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കാം. മഗർ 4 के 4 ഖരാബ് നികൽ ജായേ. പക്ഷെ 4-ൽ 4 ഖരാബ് ഹോന മാനെ കേടാവുക. 4 എടുത്ത 4 മോശമാണ് എങ്കിൽ ഇത് തികച്ചും ചതി തന്നെ, അങ്ങേറ്റത്തെ കൊടും ചതിയാണ്. മഗർ ഇസ് ധോക്കെ മേ മേരാ ഭി സഹയോഗ് ഥാ. പക്ഷെ ഈ ചതിയിൽ എന്റെയും ഒരു സഹയോഗ് എന്ന് പറഞ്ഞാൽ കോപ്പറേഷൻ, സഹകരണം ഉണ്ടായിരുന്നു. എന്താ അത്? മേരാ ഉസ്കെ ഹാത്ത് മേ റൂമാൽ റഖ് ദേനാ മാനോ ഉസേ ധോക്ക ദേനേക്ക് പ്രേരണ ദി. ഞാൻ അയാളുടെ കയ്യിൽ എൻ്റെ കർച്ചീഫ് വെച്ചു കൊടുത്തു എന്ന് വെച്ചാൽ അയാൾക്ക് ചതി ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുത്തു, കാണിച്ചു കൊടുത്തു എന്നർത്ഥം. उसने भांप लिया कि यह महाशय अपनी आंखों से काम लेने वाले जीव नहीं है और न इतने चौकस है कि घर से लौटाने आए. उसने भांप लिया था, അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. ദൂർ സെ ദേക്കർ സംശലേത്താ, എന്നെ ദൂരേന്ന് കണ്ടപ്പോഴേ മനസ്സിലാക്കിയിരുന്നു. എന്ത്? ഈ മഹാശയൻ, ഈ വിദ്വാൻ अपनी आंखों से काम लेने वाले जीव नहीं है. തന്റെ കണ്ണുകൾ കൊണ്ട് കണ്ണോക്കി തിട്ടപ്പെടുത്തുന്ന ആളല്ല എന്നും, അവർ ന ഇത്തിനെ ചൗക്കസ് ഹൈ കി, ചൗക്കസ് മാനെ സാവധാൻ, അത്രത്തോളം ശ്രദ്ധാലു അല്ല എന്നും, കി ഘർ സെ ലൗട്ടാനെ ആയി, ഇതുകൊണ്ട് വരുന്നവനൊന്നും അല്ല എന്നായിരിക്കും അദ്ദേഹം വിചാരിച്ചത്. ആത്മീ ബേയിമാനി തബി കർത്താ ഹൈ ജബ് ഉസെ അവസർ മിൽത്താ ഹൈ. ഒരു മനുഷ്യൻ എപ്പോഴാണ് തെറ്റ് ചെയ്യുന്നത്? അവൻ അവസരം കിട്ടുമ്പോഴാണ് അവൻ ചതി ചെയ്യുന്നത്. बेईमानी अधर्म का अवसर देना चाहे वह अपने ढीलेपन से हो या सहज विश्वास से. अधर्मം ചെയ്യാനുള്ള അവസരം നൽകുക അല്ലെങ്കിൽ വഹ अपने ढीलेपन से, ശിഥിലത से, ढीलापन माने ശിഥിലത, या सहज विश्वास से അല്ലെങ്കിൽ സഹജമായ വിശ്വാസത്തിൽ നിന്നും बेईमानी से सहयोग देना, ഇതെല്ലാം बेईमानी से सहयोग देना है, അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്.
पढ़े लिखे बाबुओं और कर्मचारियों पर तो अब कोई विश्वास नहीं करता. പഠിപ്പും വിവരവുമുള്ള അറിവുള്ള ഓഫീസർമാരോടോ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോടോ ഉയർന്ന ഉദ്യോഗസ്ഥരൊന്നും ഇന്ന് ആരും വിശ്വാസത്തിലെടുക്കത്തില്ല. किसी थाने या कचहरी या म्यूनिसिपालिटी में चले जाइए. ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ, थाना പോലീസ് സ്റ്റേഷൻ, കച്ചഹരി കോടതി അല്ലെങ്കിൽ म्यूनिसिपालिटी ऑफिस चले जाओ, അവിടെ എല്ലാം പോയി നോക്കൂ. आपकी ऐसी दुर्गति होगी कि आप बड़ी से बड़ी हानि उठाकर भी उधर न जाएंगे. ഇവിടെ എല്ലാം പോയാലും നിങ്ങൾക്ക് ഈ ചതി പെടാറുണ്ട്. ബഡി സി ബഡി ഹാനി, വലിയ തെറ്റ്, ഉഠാക്കർ ബി ഉധർ ന ജായെങ്കിൽ, അതെടുത്തിട്ട് നിങ്ങൾ അവിടെ പോവില്ല. വ്യാപാരിയോं की साख अभी तक बनी हुई थी. വ്യാപാരിയോं की साख, റെപ്യൂട്ടേഷൻ, കടമ, തങ്ങളുടെ പങ്കാളിത്തം അഭി തക് ബനി ഹുയി थी, ഇവിടം വരെയൊക്കെയാണ് ആയിത്തീർന്നിരിക്കുന്നത്. യോം തൗൽ മേ ചാഹെ ഛടാങ്ക് ആദ്യ ചടാങ്ക് കസ്ലെ. ഛടാങ്ക് എന്ന് പറഞ്ഞാൽ ഏക് സേർക്ക 16വാം ഭാഗ്, 16ൽ ഒരംശം, ഒറ്റ അളവിൽ 16 ഒരംശം. ആദ്യ ഛടാങ്ക് കസ്ലെ, പകുതി, അതിന്റെ 8 എടുത്തോ, 16ന്റെ പകുതി 8. लेकिन आप उन्हें 5 की जगह भूल से 10 के नोट दे आते थे तो आपको घबराने की कोई जरूरत न थी. എന്താണ്? उन्हें 5 की जगह भूल से 10 के नोट दे, 5ന് പകരം 10ന്റെ രൂപ കൊടുത്തേ, तो आपको घबराने की कोई जरूरत नहीं है. നിങ്ങൾക്ക് പേടിക്കേണ്ടതായിട്ട് ഇല്ല. आपके रुपये सुरक्षित थे, നിങ്ങളുടെ രൂപ സുരക്ഷിതമായിരിക്കും. एक पैसे की रेवड़ियाम ली थी. रेवड़ियाम लेना एक प्रकार का पकवान. ഒരു, ഇതെല്ലാം കച്ചവടത്തിന്റെ ഇതാണ് പറയുന്നത്. एक पैसे की मुझे घबराने को आपके रुपये से, मुझे याद है एक बार मैंने मुहर्रम के मेले में खोमचे वाले से 1 पैसे की रेवड़ियाम ली थी. മുഹറം, ഉത്തരേന്ത്യയിലൊക്കെ മുഹറം സമയത്ത് മേള നടക്കും. ഖോംചെ വാലയൊക്കെ കാണും അവിടെ. നമ്മുടെയൊക്കെ ഇവിടെ കപ്പലണ്ടി വിൽപ്പനക്കാരെ മാതിരി മേളയിൽ വിൽക്കുന്ന ആൾക്കാർ, മേളയിലിടയിലൂടെ, ഉത്സവത്തിനിടയിൽ കൂടെ നടന്ന് ബലൂൺ വിൽക്കുന്നവര്, ഈ പക്കവാൻ, വിവിധതരം പലഹാരങ്ങൾ വിൽക്കുന്നവര്, നമ്മുടെയൊക്കെ നാട്ടിൽ ഉത്സവത്തിന് സമയത്ത് വരത്തില്ലേ കടകളിലൊക്കെ, അതുപോലെ. ഒരു കപ്പലണ്ടി വിൽപ്പനക്കാരെന്ന് 1 പൈസയ്ക്ക് രേവടിയാം ലീഥി, ഒരു തരത്തിലുള്ള പക്കവാൻ ഞാൻ മേടിച്ചു. അവർ പൈസയ്ക്ക് ജഗ 8 आनी दे आया था. പൈസ കൊടുക്കേണ്ടടുത്ത് ഞാൻ ഒരു 8 आना കൊടുത്തത്. घर आकर जब अपनी भूल मालूम हुई तो खोमचे वाले के पास दौड़ गया. അയ്യോ, വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയത്. അയ്യോ, അയാൾക്ക് കൊടുത്തില്ലല്ലോ ബാക്കി പൈസ. अपनी भूल मातो खोमचे वाले के, ഞാൻ വീണ്ടും കപ്പലണ്ടിക്കാരൻ്റെ അടുത്തേക്ക് ഓടി. ആശാ नहीं थी कि वह 8 आनी लौट आएगा. എനിക്ക് ഒരു പ്രതീക്ഷയുമില്ലായിരുന്നു, ഞാൻ കൊടുത്തത് കൂടിപ്പോയി, അതുകൊണ്ട് ബാക്കി 8 आना എനിക്ക് തരുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. लेकिन उसने प्रसन्न चित्त से 8 आनी लौटा दी. ആ ഉലട്ടെ മുച്ചെ ക്ഷമ മാങ്ങി. വളരെ, അയാൾ ചോദിച്ചതേ ഉള്ളൂ, വളരെ സന്തോഷത്തോടു കൂടി അയാൾ എനിക്ക് ആ 50 പൈസ തിരിച്ചു തന്നു. എന്ന് മാത്രമല്ല, ഞാൻ ചെയ്ത് തെറ്റാണല്ലോ ഓർത്ത് നോയിക്കോണം, ക്ഷമ ചോദിച്ചു. നോയിക്കോണം, ഒരു സാധാരണ കച്ചവടക്കാരൻ എത്രത്തോളം ആ കച്ചവടത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നു, സത്യസന്ധതയായിട്ട്. ഇവിടെ കാശ്മീരി സേബ് പോലെയുള്ള ആപ്പിൾ വിറ്റിട്ട് അയാൾ എന്തെല്ലാം ചതി കാണിക്കുന്നു എന്ന് നിങ്ങൾ നമ്മുടെ ചുറ്റുമുള്ള ആലോചിച്ചാൽ മതി. നമ്മുടെ കച്ചവട താല്പര്യങ്ങൾ ആലോചിച്ചാൽ മതി. ഇൻകം ടാക്സ് കൊടുക്കേണ്ടവർ, സെയിൽസ് ടാക്സ് കൊടുക്കേണ്ടവരൊക്കെ എത്ര തരം വെട്ടിപ്പാണ് നടത്തുന്നത്. നമ്മളൊക്കെ ഇന്ന് buy 1 get 1 ഫ്രീ എന്ന് ചാടി വീഴുകയാണ്. സാധാരണ തൊട്ടടുത്തുള്ള കടയിൽ പോയി അവന് ലാഭം കൊടുക്കുന്ന രീതി കച്ചവടം നടത്തത്തില്ല. വൻകിട മാർക്കറ്റിൽ പോയി നമ്മൾ അല്ലേ ഒരു 1500 രൂപ 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്ത 10 രൂപയ്ക്ക് 1 കിലോ പഞ്ചസാര ലഭിക്കും ഫ്രീ. ശരി, എന്നാൽ 2000 രൂപ കളയും. വണ്ടാണ് ആലോചിക്കുന്നില്ല. അവന് 2000 രൂപ കിട്ടുകയാണ്, വെറും ഒരു 10 രൂപയാണ്, 10 രൂപയുടെ അല്ലെങ്കിൽ 20 രൂപയുടെ പഞ്ചസാരയാണ് നമുക്ക് ഫ്രീ ആയിട്ട്. അത് വലിയ കാര്യമായിട്ട് നമ്മൾ പറയും. അതാണ് മാനസികാവസ്ഥ. ആലോചിച്ച് നോക്കാം. और यहाँ കാശ്മീരി സേബ് के नाम से सड़े हुए सेब बेचे जाते हैं. ഇവിടെയോ കാശ്മീരി സേബ് എന്ന് പറയുന്ന പേരിൽ ചീഞ്ഞളിഞ്ഞ ആപ്പിളുകളാണ് വിൽക്കുന്നത്. എനിക്കറിയാമല്ലോ, കടകളിലൊക്കെ മാങ്ങയൊക്കെ കാർബണിൽ പൊതിഞ്ഞിട്ട് വിൽക്കുന്നത്, മഞ്ഞ കളർ വന്നിട്ട് അൽഫോൺസയാണെന്നും മറ്റേ തിരുപ്പതിയിലാണെന്നും മറ്റേ പലതരം കോട്ടുകോണമാണെന്നും ഒക്കെ പറഞ്ഞ് വിൽക്കുന്നത്, മഞ്ഞ കളർ വരുത്തിയിട്ട് വിൽക്കുന്നത്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യും അതിനകത്ത്, അല്ലേ, പച്ചമാങ്ങയിൽ ഇഞ്ചക്ഷൻ ചെയ്ത് അത് പഴുപ്പിച്ച് വിൽക്കുന്നു. ഇതൊരു എന്തെല്ലാം മാൽ പ്രാക്ടീസുകളാണ്
ഇന്ന് നടക്കുന്നത് ലോകത്ത്. കച്ചവട തന്ത്രങ്ങൾ, കുതന്ത്രങ്ങൾ, തന്ത്രമല്ല കുതന്ത്രം. मुझे आशा है पाठक बाजार में जाकर मेरी तरह आंखें न बंद कर लिया करेंगे. ഞാൻ ഈ പാഠം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനോടൊപ്പം ആഗ്രഹിക്കുന്നു, എന്നെ പോലെ കണ്ണുമടച്ച് സാധനങ്ങൾ എടുക്കുന്നവരാകരുതേ നിങ്ങൾ. നഹീം ഉനേം ഭി കശ്മീരി സേബ് ഹി മിലേങ്കെ. നഹീം ഇല്ല, ഉനേം ഭി കശ്മീരി സേബ് ഹി മിലേങ്കെ. തീർച്ചയായും അവർക്ക് കാശ്മീരി സേബ് തന്നെ കിട്ടട്ടെ, അവർ കിട്ടണം. പാഠം തീരുകയാണ്. അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പണ്ടൊക്കെ നമ്മൾ ആവശ്യമുള്ള ഒരു ലിസ്റ്റും കൊണ്ട് കടയിൽ പോയി ആവശ്യമുള്ള സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വരും. ഇന്ന് നമ്മളൊരു മാളിൽ പോയി, ഒരു മാർജിൻ ഫ്രീയിൽ പോയി, ഒരു സപ്ലൈകോ മാർക്കറ്റിൽ അവിടെ കാണുന്ന നമ്മൾ കടയ്ക്കകത്തോട്ട് കയറുകയാണ്. അപ്പോഴാണ് ഓരോരോ ഷെൽഫിൽ ഓരോന്നിരിക്കുന്നത്. എന്നാ എടുത്തേക്കാം, ഇത് വേണം വേണം. എന്തുമാത്രം നമ്മുടെ ഇന്നത്തെ ബിസിനസ് മാറിപ്പോയി. അങ്ങനെയാണ് 1000 രൂപ പർച്ചേസ് ചെയ്യേണ്ടത് 2000 3000 കൊടുത്ത് കടമൊക്കെ ആയിട്ട് ജീവിക്കുന്നത്. 1. 2, പണ്ടൊക്കെ ഈ സാധാരണ കടക്കാര് നമ്മുടെ മുന്നിൽ തൂക്കി തരികയാണ് സാധനം. ഇന്നോ ഈ ഷെൽഫിൽ നിന്ന് എടുത്ത് നമ്മുടെ ബാസ്ക്കറ്റിൽ ഇട്ടിട്ട് ഇടുമ്പോൾ 1 കിലോയുടെ അവിടെ ചിലപ്പോൾ 920 കാണത്തുള്ളൂ, 950 കാണത്തുള്ളൂ, ചിലപ്പോൾ 900 കാണത്തുള്ളൂ. ഇങ്ങനെ 10 പേരുടെ കയ്യിൽ നിന്ന് 100 ഗ്രാം വെച്ച് മാറിയാൽ എനിക്ക് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ സത്യമാണ് പറയുന്നത് കേട്ടോ. സാറേ ചേട്ടാ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരിക്കലും ഒരു മാർജിൻ ഫ്രീയിൽ 1 കിലോ പഞ്ചസാര തൂക്കി നോക്കിയപ്പോൾ 950 ഉണ്ടായിരുന്നുള്ളൂ തൂക്കം. 50 ഗ്രാം മാറിയോ? നമുക്ക് പ്രശ്നമേ അല്ല അല്ലേ? ഇതുപോലെ 50 ഗ്രാം വെച്ച് 50 പേരുടെ ആയാൽ എത്ര കിലോ മാറുന്നു, ഗ്രാം മാറുന്നു ഒന്ന് ആലോചിച്ച് നോക്കാം. ഇതാണ് ഇന്നത്തെ കച്ചവട തന്ത്രം. നമുക്ക് ആർക്കും പ്രശ്നമേ ഇല്ല അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാശ്മീരി സേബിൽ ലേഖകന് പറ്റിയ ഒരു അമളി നമുക്ക് ഇനിയെങ്കിലും പറ്റാതിരിക്കണം. ഇത്രയേ ഉള്ളൂ പാഠം. ബാക്കി ഞാൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലോട്ട് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ലേഖക് ചൗക്ക് ക്യോം ഗയാ? ആൻസർ, ലേഖക് 2-4 जरूरी चीजें खरीदने के लिए चौक गया. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ആണ്. ആൻസർ ഉണ്ട് പേജ് നമ്പർ 22, +1 ടെക്സ്റ്റിലെ പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻസ്, പേജ് നമ്പർ 25 ആൻസേഴ്സ്. പിന്നെ 22 രണ്ടാമത്തെ ചോദ്യം, ലേഖക ജി കബ് ലംചാട്? എപ്പോഴാണ് ലേഖകന്റെ മനസ്സ് ആഗ്രഹം കൊണ്ട് വിതുമ്പിയത്? एक दुकान पर बहुत अच्छे रंगदार गुलाबी सेब सजे हुए नजर आए, ലേഖക ജി ലംചാട്. ഒരു കടയിൽ ചെന്നിട്ട് വളരെ കളർഫുൾ ആയിട്ടുള്ള, അപ്പോൾ കളർ കണ്ടൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മനം മയങ്ങരുത്. ഇപ്പം എല്ലാ കാണുന്നത് വീട് വെപ്പൊക്കെ എങ്ങനെയല്ലേ? വീടുകളിലൊക്കെ വളരെ ഷോ ആണ്, ജസ്റ്റ് ഷോ ആണ്. അതിൻ്റെ അകത്തെ ക്വാളിറ്റിയെ കുറിച്ചൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. ഷോ കാണുമോ എന്തു തൊല്ലോ വീടെന്നൊക്കെ തോന്നും. ആഫ്റ്റർ ഷോ ഭംഗിക്ക് വേണ്ടി പൈസ കളയും. പക്ഷെ അകത്ത് അതിൻ്റെ ക്വാളിറ്റി ഇൻബിൽറ്റ് ആരും ശ്രദ്ധിക്കാറില്ല. സ്ക്വയർ ഫീറ്റ് 1500 ചെയ്യും, 2000 ചെയ്യും, 2500 ചെയ്യും, 3000 ചെയ്യും. അപ്പോൾ ക്വാളിറ്റി നമ്മൾ നോക്കണം. ഞാൻ ഈ കച്ചവടത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്, കോൺട്രാക്റ്റിലോട്ട് വന്നത് ഇത് തന്നെയാണ്. നമ്മളെ എപ്പോഴും കബളിപ്പിക്കും. നിങ്ങൾ പഠിതാക്കളാണ്, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഇടയിൽ തന്നെ ഇങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഇത് കേട്ട് ചിരിക്കുന്നുണ്ടാവും അല്ലേ? അപ്പോൾ അവൻ ലാഭത്തിനല്ല ബിസിനസ് ചെയ്യുന്നത്. ആരും ബിസിനസ് ചെയ്യുന്നത് ലാഭത്തിന്. പക്ഷെ കൊള്ള ലാഭവും ആ പറഞ്ഞ സാധനം ഇല്ലാതെ പറ്റിയ മോശം തന്നെയാണ്. 20% പ്രോഫിറ്റ് എടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. പക്ഷെ 30-40 ആകാതിരിക്കണം, അത്രേ ഉള്ളൂ. ടൊമാറ്റോ और गाजर को भोजन में स्थान क्यों मिले? എന്തുകൊണ്ടാണ് ടൊമാറ്റോയ്ക്കും ക്യാരറ്റിനും ഒക്കെ പച്ചക്കറിയിൽ അല്ലെങ്കിൽ ഊണിൽ സ്ഥാനം കിട്ടിയത്? ടൊമാറ്റോ और गाजर बहुत विटामिन है, इसलिए उन्हें भोजन में शामिल कर लिया. ശരി. सेब के संबंध प्रचलित मान्यता क्या है? ആപ്പിളിനെ കുറിച്ച് പ്രചരിതമായ എന്താണ്? एक सेब रोज खाइए तो डॉक्टरों की जरूरत नहीं. ഒരു ആപ്പിൾ സ്ഥിരം കഴിക്കൂ, അപ്പോൾ ഡോക്ടറുടെ ആവശ്യമൊന്നുമില്ല. ആം കോ സേബ് കാ ജൈസാ സ്ഥാൻ ക്യോം പ്രാപ്ത് नहीं हुआ? എന്തുകൊണ്ടാണ് മാങ്ങയ്ക്ക് ആപ്പിളിനെ പോലെ സ്ഥാനം കിട്ടാത്തത്? आम में विटामिन और प्रोटीन है या नहीं, तो काफ़ी है या नहीं, इन विषयों पर किसी भी पश्चिमी डॉक्टर की व्यवस्था देखने में नहीं आई. മാങ്ങയിൽ പ്രോട്ടീൻ ഉണ്ടോ, വിറ്റാമിൻ ഉണ്ടോ, അതോ കൂടുതലാണോ അല്ലയോ, ഈ വിഷയത്തെക്കുറിച്ച് വെസ്റ്റേണിലെ ആൾക്കാരൊന്നും ഇതുവരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇതിലേ നമുക്ക് സേബ് കാ ജൈസാ സ്ഥാൻ നഹീ മില. അതുകൊണ്ടാണ് ആപ്പിളിനെ പോലെ മാങ്ങയ്ക്ക് സ്ഥാനം കിട്ടാത്തത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ രുചിയിൽ എത്രത്തോളം മുന്നിലാണ് മാങ്ങ നിൽക്കുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മുടെ മുറ്റത്തെ മുല്ലേക്ക് മണമില്ലല്ലോ. എല്ലാത്തിനും വെസ്റ്റേൺ പറയണം. ഇത് പറയുമ്പോൾ എനിക്കൊരു ഓർമ്മ, കേരളത്തിലുള്ള ഈ നാട്യശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, അല്ലെങ്കിൽ
ഈ കഥകളിയിലെ വിവിധ ഒരു ഓട്ടം തുള്ളൽ ഇവിടുത്തെ നമുക്കൊന്നും രുചിക്കത്തില്ല. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഒരുത്തം വന്ന് അയ്യോ വരെ വാ വരെ വെൽ ഡൺ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഇതിനകത്ത് എന്തെല്ലാം സാധനങ്ങളുണ്ടെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്രത്തോളം നമ്മുടെ മനസ്സ് മാറിയെന്ന്. വേറെ ഒരുത്തം പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ അക്സെപ്റ്റ് ചെയ്യൂ, അല്ല നമുക്കായിട്ട് യാതൊരു അഭിപ്രായവും ഇല്ല, അല്ലെങ്കിൽ അംഗീകരിക്കുക. അതുകൊണ്ട് ഈ മാങ്ങയ്ക്ക് ഇത് കിട്ടാതെ പോയത്. പ്രാധാന്യം ഇല്ലാതെ ആപ്പിളിന് പ്രാധാന്യം വരാൻ കാരണം വെസ്റ്റേൺ കൺട്രീസ് ഉള്ളവൻ പറഞ്ഞുകൊണ്ടാണ്. ओके लेखक ने कितने सेब खरीदे? 4 सेब खरीदे. लेखक फल खाना पसंद नहीं करता कब? എപ്പോഴാണ് ലേഖകൻ ഫ്രൂട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? രാത്രിത്തെ സമയം അല്ലേ? रात को लेखक फल नहीं खाना चाहते. ഇതൊക്കെ ടെക്സ്റ്റിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. लेखक ने नाश्ता करने के लिए सेब निकाले तो वे किस अवस्था में थे? ആപ്പിൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അറിയാമല്ലോ, മോശമായിരുന്നു. लेखक नाश्ता करने के लिए सेब निकाला तो वो सड़ा हुआ था. एक रुपये के आकार का छिलका मिल गया था. दूसरा निकाला तो आधा का सड़ा हुआ था. तीसरा निकाला तो एक तरफ दबकर बिल्कुल पिचक गया. चौथे में एक काला सुरख था. इस तरह से एक सेब भी खाने लायक नहीं. ഒറ്റ ആപ്പിൾ പോലും കഴിക്കാൻ യോഗ്യമല്ലായിരുന്നു. അടുത്തത്, चारों सेबों को खाने योग्य न पाकर लेखक ने क्या सोचा? 4 ആപ്പിളും കഴിക്കാൻ കൊള്ളത്തില്ല എന്നപ്പം ലേഖകൻ എന്ത് വിചാരിച്ചു? चारों सेबों को खाने योग्य न पाकर लेखक के मन में सोचा कि ये तो साफ धोखा है, കൃത്യമായിട്ട് ചതിയാണ്, കൊടും ചതിയാണ്. മഗർ ഉസ്മേ മേരാ ഭി സഹयोग. പക്ഷെ ഈ ചതി ചെയ്യുന്നതിൽ എൻ്റെയും സഹകരണമാണ്. ഞാൻ നോക്കിയെടുത്തില്ല, ഞാൻ ബോധ്യപ്പെടണമായിരുന്നു, അമ്മയ്ക്ക് എടുക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ കടയിൽ അവർ തരുന്നതും കൂടെ ഇപ്പോൾ എല്ലാവരും അങ്ങ് 100 രൂപ കിറ്റാണ് കടയിലൊക്കെ പോയാൽ അല്ലേ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ 100 രൂപ കിറ്റ് കിട്ടുന്ന സാധനം ഈ അവർ ചീഞ്ഞളിയുന്ന സാധനത്തിന്റെ പകുതി വെട്ടിയിട്ട് ബാക്കി പകുതിയാണ് അതിനകത്ത് ആ കിറ്റ് അടുത്ത ദിവസം എടുക്കുമ്പോൾ എത്രത്തോളം ചീത്തയും? കുമ്പളങ്ങയാണെങ്കിലും വെള്ളരിക്കയാണെങ്കിലും മത്തങ്ങയാണെങ്കിലും ചേനയാണെങ്കിലും എല്ലാം വെട്ടി അരിഞ്ഞ സാധനങ്ങൾ മിച്ചം വരുന്നതാണ്. നാളെ മാർക്കറ്റ് വരും പുതിയ സാധനം. അപ്പോൾ ആ സാധനം വരുന്നതിന് മുമ്പ് പഴയ സാധനങ്ങൾ വിറ്റഴിക്കാനുള്ള പുതിയ തന്ത്രമാണ് ഇന്ന് കടകളിൽ 100 രൂപ കിറ്റ്, 200 രൂപ കിറ്റ്, 50 രൂപ കിറ്റ് പോയി മേടിക്കുക. ചുമ്മാ മേടിക്കുള്ള ചീഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടു പൈസ കുറവ് മാത്രം നോക്കി നമ്മൾ ചാടി വീഴും. ഇത് തന്നെ ഇവിടെ നടക്കുന്നു അല്ലേ? खोमचेवाले ने लेखक के साथ ईमानदारी दिखाई, वह घटना कैसे थी? खोमचेवाല എന്താണ് ഈ കപ്പലിന്റെ വിൽപ്പനക്കാരൻ ലേഖകനോട് നല്ല നന്മ ചെയ്തത്? ഓർമ്മയുണ്ടല്ലോ, 1 അണ കൊടുത്തു അല്ലേ? 8 അണ തിരിച്ചു മേടിക്കാൻ പോയപ്പോൾ അദ്ദേഹം 8 അണ തിരിച്ചു കൊടുത്തു, എന്നിട്ട് ക്ഷമയും ചോദിച്ചു. ലേഖക് एक बार मुहर्रम के मेले में एक खोमचे वाले को 1 पैसे की रेवड़ियां दी थी. ആ കപ്പലിന്റെ വിൽപ്പനക്കാരിൽ നിന്ന് 1 പൈസയുടെയാണ് രേവടിയ, നമുക്കിവിടെ പരിചയമില്ല, ഒരു പക്കവാൻ എന്ന് പറഞ്ഞ ഒരു പലഹാരം മേടിച്ചു. 1 പൈസയ്ക്ക് ജഗ 8 दे दी. 1 പൈസയ്ക്ക് പകരം 8 അണ അങ്ങ് കൊടുത്തു. നമുക്ക് എത്ര കൂടി? ഭൂൽ മാലൂം ഹോനെ पर തെറ്റ് മനസ്സിലാക്കിയപ്പോൾ खोमचे वाले के पास തിരിച്ച് അയാളടുത്ത് പോയി. तो 8 ലൗട്ടാതെ അയാൾ 8 അണ തിരിച്ചു കൊടുത്തു. खोमचे वाले ने क्षमा भी बोली. എത്ര നല്ല ആൾക്കാരാണ് അല്ലേ? ആ 8 അണ അയാൾ തിരിച്ചും കൊടുത്തു, അങ്ങനെ ചെയ്ത് തെറ്റും ചോദിച്ചു. ഇതാണ് നമ്മുടെ നാട്ടിൻ പുറത്ത് നടക്കുന്ന സംഭവം. ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉണ്ട്, പിന്നെ സാരാംശം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ പാഠം നിർത്തിയേക്കാം. സാരാംശ്, एक दिन लेखक कुछ जरूरी चीजें खरीदने के लिए चौक गया. ഒരു ദിവസം ലേഖകൻ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ മേടിക്കാനായിട്ട് അടുത്തുള്ള ജംഗ്ഷനിൽ പോയി. രംഗീൻ പഞ്ചാബി സേബ് ദേക്കർ ഉൻകാ ഭി ലൽ ചുടാ. കളർഫുൾ ആയിട്ടുള്ള പഞ്ചാബി സേബ് കണ്ടിട്ട്, ആപ്പിൾ കണ്ടിട്ട് മനസ്സ് വല്ലാതെ മേടിക്കാൻ ആഗ്രഹിച്ചു. ലേക്കിൻ ദുക്കാൻദാർ की प्रेरणा से आधा सिर കാശ്മീരി സേബ് खरीदे. പക്ഷേ പഞ്ചാബി ആപ്പിൾ മേടിക്കുന്നതിന് പകരം കാശ്മീർ ആപ്പിൾ മേടിക്കാൻ കടക്കാരൻ പ്രേരിപ്പിച്ചു, അതുകൊണ്ട് മേടിച്ചു 1/2 കിലോ. दूसरे दिन सवेरे नाश्ता करने के लिए सेब निकाले तो सारे के सारे सड़े हुए थे. അടുത്ത ദിവസം രാവിലെ കഴിക്കാനായിട്ട് ആപ്പിൾ എടുത്തപ്പോൾ 4 ഒന്നിനൊന്ന് മോശം. एक सेब भी खाने लायक नहीं. ഒരു ആപ്പിൾ പോലും കഴിക്കാൻ നല്ലതല്ല. ദുക്കാൻദാർ की धोखेदारी पर लेखक को गहरा दुख हुआ. കടക്കാരന്റെ ഈ ചതിയിൽ വല്ലാത്ത ദുഃഖം തോന്നി. उन्हें लगा कि धोखे में अपना भी सहयोग है. അയാൾക്ക് തോന്നി എനിക്കും ഈ ചതിയിൽ പങ്കുണ്ട്. लेकिन छोटे छोटे व्यापारी अब भी सीधे साधे. പക്ഷേ ചെറുകിട വ്യാപാരികൾ ഇപ്പോഴും സീതേസ് നിഷ്കളങ്കരാണ്. എത്രയോ നിഷ്കളങ്കരാണെന്നാണ് ഈ പാഠം കാണിച്ചു തരുന്നത്. ലേഖകൻ एक बार खोमचे वाले को 1 पैसे की जगह 8 थी. ഒരു കപ്പലിന്റെ വിൽപ്പനക്കാരന് 1 പൈസയ്ക്ക് പകരം 8 അണ നൽകിയായിരുന്നു. ഭൂൽ മാലൂം ഹോനെ पर लेखक लौट आया. തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ലേഖകൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. खोमचे वाले ने बड़ी प्रसन्नता से 8 थी. വളരെ സന്തോഷത്തോടു കൂടി ആ 8 അണ തിരിച്ചു കൊടുത്തു. लेखक का यही उपदेश है कि अंधा ग्राहक मत बने.
ഈ പാഠത്തിൻ്റെ ഏറ്റവും നല്ല സന്ദേശം ഇതാണ്, നമ്മൾ ഓരോരുത്തർക്കും നൽകുന്ന സന്ദേശം: ഒരിക്കലും കണ്ണു അടച്ച് വിശ്വസിക്കരുത്. അന്ധഗ്രാഹക് മത് ബനെ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഉപഭോക്താക്കൾ, അന്ധരായ ഉപഭോക്താക്കൾ ആകാൻ പാടില്ല. ഒരു കാര്യത്തിൽ നമ്മൾ കണ്ണ് തുറന്ന് പേടിക്കണം. ബാക്കി 2 ചോദ്യങ്ങളാണ്, അത് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ വാട്സാപ്പിൽ അയച്ചു തരാം. ഒന്ന് വാർത്താലാപം എഴുതാനാണ്, രണ്ടാമത്തേത് ജാഗോ ഗ്രാഹക് ജാഗോ, ആജ് കാ ഏക് ബുലന്ദ് നാര ഹൈ, ഉണരൂ ഉപഭോക്താവെ ഉണരൂ. റേഡിയോയിലൊക്കെ പരസ്യം കേൾക്കുന്നു. അപ്പോൾ അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു ജാഗരൺ തയ്യാറാക്കുക, ഒരു പരസ്യം തയ്യാറാക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നീട് ചെയ്തു തരാവുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഈ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ബാക്കി വാട്സാപ്പിൽ നോട്ട്സ് അയച്ചു തരാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിനകത്തോട്ടേക്ക് നിങ്ങൾ കമൻറ്റ്സ് അയക്കുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു, ധന്യവാദം.